ഗൈസ് ഇന്ന് നമ്മൾ ഒരു ചെറിയ പരീക്ഷണം നടത്താൻ പോവുകയാണ് കേട്ടോ. സംഭവം ഒരുപോലെ പേര് കേട്ട രണ്ട് സാധനങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ്. ഒറ്റത്തുമ്പും ചെറിയ ഷാഡും ഒരുമിച്ച് കെട്ടി യൂസ് ചെയ്താൽ ഏതിനായിരിക്കും റിസൾട്ട് കൂടുതൽ? ഇതിനായി ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒറ്റത്തുമ്പ് കെട്ടുന്ന രീതി ഒന്ന് കാട്ടിത്തരാം കേട്ടോ. സ്ക്വിഡിന്റെ ഈ ഒരു വശം ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം ഇതിൽ കൂടി നമ്മൾ ലൈൻ കടത്തി എടുക്കുകയാണ്. ഇനി ഒരു ഹുക്കിന്റെ പിന്നാലെ ഇതുപോലെ മിനുക്കം വെച്ച ശേഷം രണ്ടും കൂടി ചേർത്ത് ലൈൻ ഉപയോഗിച്ച് ഒരു ഒറ്റ കെട്ട്. ഇതിനുശേഷം ലൈൻ പിടിച്ച് വലിക്കുമ്പോൾ ചൂണ്ട വന്ന സ്ക്വിഡിന്റെ അകത്ത് ഈ ഒരു രീതിയിൽ സെറ്റ് ആകുന്നു. ഇനി നമ്മുടെ ചെറിയ ഷാഡിന്റെ ഉള്ളിൽ കൂടി ഈ ഒരു രീതിയിലാണ് ചൂണ്ട കൊടുത്ത് എടുക്കേണ്ടത് കേട്ടോ. ഈ ഷാഡിനെ ഒരു ലൈനിന്റെ അറ്റത്ത് കെട്ടിയ ശേഷം അതിൽ നിന്നും ഈ കാണുന്ന രീതിയിൽ മുകളിലായി നമ്മൾ ഒറ്റത്തുമ്പ് കെട്ടി നിർത്തുവാണ്. ഇനി നമുക്ക് ഒരു ഒറ്റ കാസ്റ്റിംഗിൽ തന്നെ ഇതിന് ഏതിനാണ് റിസൾട്ട് കൂടുതലെന്ന് അറിയാൻ കഴിയുന്നതാണ്. അങ്ങനെ ടെസ്റ്റ് നടത്താനായി രാവിലെ തന്നെ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഭാഗ്യത്തിന് ഇവിടെ ഇപ്പോൾ ഫിഷിന്റെ നല്ല ആക്ടിവിറ്റിയും കാണാനുണ്ട്. ആദ്യമായി തന്നെ കാസ്റ്റ് ചെയ്ത് നല്ല സ്പീഡിന് റിട്രീവ് ചെയ്തപ്പോൾ ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുന്നത് നമ്മുടെ ഷാഡിലാണ് കേട്ടോ. ഇനിയും ഷാഡിൽ തന്നെയാണ് മീൻ അടിക്കുന്നതെങ്കിൽ കൂടുതൽ റിസൾട്ട് ഷാഡിനാണെന്ന് പറയാൻ കഴിയും. എന്നാൽ രണ്ടാമതായി കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്തപ്പോൾ ഈ പ്രാവശ്യം മീൻ അടിച്ചിരിക്കുന്നത് നമ്മൾ കെട്ടിയ ഒറ്റത്തുമ്പിലാണ്. ഇതിനുശേഷം കിട്ടിയ സ്ട്രൈക്ക് അതൊരു സ്ട്രൈക്ക് തന്നെ ആയിരുന്നു കേട്ടോ. മീനിന്റെ പിടുത്തം കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് ഐറ്റത്തിലും ഒരുപോലെ മീൻ അടിച്ചിരിക്കുവാണ്. ഇതിൽ നിന്നും ഒരു കാര്യം നമ്മളിപ്പോ ഉറപ്പ് വരുത്തിയിട്ടുണ്ട് കേട്ടോ. യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ ഒറ്റത്തുമ്പിനും ഷാഡിനും ഒരേ റിസൾട്ട് തന്നെയാണ്. എന്നാൽ ചില വാട്ടർ കണ്ടീഷൻസിൽ മാത്രം ഇവരുടെ റിസൾട്ട് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ രണ്ട് ഐറ്റങ്ങളും ഒറ്റപ്പിടുത്തത്തിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത രണ്ട് ഘടകങ്ങളാണ് കേട്ടോ.